കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരേണ്ടത്. നമ്മുടെ ഒരാൾ, പ്രത്യേകിച്ച് അക്രൈസ്തവനായ ദൈവത്തെ അറിയാത്ത ഒരാൾ നമ്മളോട് ചോദിച്ചേ എന്താണ് ദൈവം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനുള്ള പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് മറുപടി പറയാൻ കഴിയുന്ന വാക്കുകളാണ് ഈ വാക്യങ്ങൾക്കകത്ത് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാനും നിങ്ങളും ദൈവത്തെ സേവിക്കുന്നതിൻ്റെ ആഴം എന്തുവാണെന്നുള്ളതും ഈ വാക്യങ്ങൾക്കകത്ത് ഇന്ന് വ്യക്തമാണ്, അല്ലേ? നമുക്ക് സ്തോത്രം. ഇവിടെ നമുക്കറിയാം, വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് മനുഷ്യൻ ഉണ്ടാക്കി വെച്ച നിർമ്മിതമായ സ്തോത്രം, മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് നിർമ്മിതമായ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കപ്പെട്ട, അതിനെ ആരാധിക്കുന്ന, അതിനെ നമസ്കരിക്കുന്ന അനേകരെ നമുക്ക് ഈ ലോകത്തിലുണ്ടല്ലേ. എന്നാൽ നമ്മൾ ഇതിൻ്റെ ഒന്നും പിറകെ പോകാതെ സത്യദൈവത്തെ നമ്മൾ ആരാധിക്കുന്നതിൻ്റെ പുറകിൽ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, അവൻ സത്യദൈവമാണ്, അവൻ നിത്യദൈവമാണ്. അവനെ പോലെ വേറൊരു ദൈവം ഉലകത്തിലില്ല. നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, സ്തോത്രം, നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ നൽകി നമ്മെ വീണ്ടെടുത്ത ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്, അല്ലേ? അപ്പോൾ ആ ദൈവത്തെക്കുറിച്ച് ചില ചിന്തകൾ ഈ വാക്യങ്ങൾക്കകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച്. ദൈവം ആരാണ്? അവൻ പാറയാണ്. എന്തുവാ പാറയുടെ പ്രത്യേകത? അതിനെപ്പോലെ ഉറപ്പുള്ള വേറൊന്നുമില്ല. അവൻ പാറയെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അടുത്ത, അവൻ്റെ പ്രവൃത്തികൾ അത്യുത്തമം. അത്യുത്തമം എന്ന് പറഞ്ഞാൽ അർത്ഥം ഉത്തമമല്ല പറയുന്നത്, അത്യുത്തമമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം നമ്മളൊരു പക്ഷേ പ്രാർത്ഥനയിലൂടെയോ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ആഗ്രഹങ്ങളിലൂടെയോ നമ്മൾ പറയുന്ന ദൈവത്തോട് നമ്മൾ യാചിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ മുകളിലായിരിക്കും, അല്ലേ? വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്? അത്യുത്തമമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അടുത്ത് പറയുന്നു, അവൻ്റെ വഴികളൊക്കെയും ന്യായമാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ എന്താണ്? ന്യായമാണ്. നമുക്കറിയാം, അന്യായമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ന്യായരഹിതമായ കാര്യങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മേഖലകളിലും അതുകൊണ്ട്. ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങളിലോ ജോലി മേഖലകളിലോ അല്ല കുടുംബത്തിലോ തലമുറകളിലോ വിദ്യാഭ്യാസത്തിലോ ഇനി എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ മേഖലകൾക്കകത്ത് പോലും ന്യായരഹിതമായ കാര്യങ്ങൾ നടക്കുകയാണ്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം ആരാണ്? അവൻ ന്യായത്തിൻ്റെ ദൈവമാണ്. അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ബൈബിൾ പറയുന്നു അവൻ ന്യായമുള്ള ദൈവമാണ്. സ്തോത്രം. അടുത്ത് പറയുന്നത് എന്തുവാണ്? അവൻ വിശ്വസ്തതയുള്ള ദൈവമാകുന്നു. റോമാലേഖനം 3-ാം അധ്യായം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിശ്വസ്തനായാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ അവിശ്വസ്തതകളുടെ ഒരു ലോകമാണ് നമ്മുടേതല്ലേ? പ്രൈസല. പല മേഖലകൾ അവിശ്വസ്തത വെളിപ്പെടുന്നില്ലേ? ഇപ്പം ഉദാഹരണത്തിന് കുടുംബങ്ങൾക്കകത്ത് പോലും വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അല്ലേ? മക്കൾക്ക് അമ്മയപ്പന്മാരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇല്ലെങ്കിൽ സ്തോത്രം അമ്മയപ്പന്മാർക്ക് മക്കളെ വിശ്വസിക്കാൻ കഴിയുന്ന, ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും വിശ്വസിക്കാൻ കഴിയാത്ത അവിശ്വസ്തതയുള്ള ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ദൈവം ആരാണ്? അവൻ വിശ്വസ്തതയുള്ള ദൈവമാണ്. അടുത്ത് പറയുന്നൊരു വാക്കുണ്ട്, അവൻ വ്യാജമില്ലാത്തവൻ. സ്തോത്രം. അരക്കിട്ടുറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്, അല്ലേ? യേശു കർത്താവിനെ അലപ്രൈസിൽ ഒരു രാത്രി 6 വട്ടം 5 കോടതികളിലായിട്ട് മാറി മാറി വിസ്തരിച്ചിട്ട് സ്തോത്രം ഒരു കുറ്റവും അവനെക്കുറിച്ച് കണ്ടില്ല. എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്, അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ന്യായമുള്ളവനാ. സ്തോത്രം. അവൻ വ്യാജമില്ലാത്തവനാണ്. അടുത്ത് പറയുന്നൊരു വാക്ക് ശ്രദ്ധിക്കണമേ, നീതിയും നേരുമുള്ളവൻ തന്നെ. പ്രൈസൽ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന അവസാനത്തെ ഭാഗമാണ്, അവൻ നീതിയുള്ള ദൈവമാണ്, അവൻ നേരുള്ള ദൈവമാണ്. സകല വിഷയങ്ങൾക്കകത്തൊരു ദൈവനീതി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലേ? സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനീതിയുടെ ഒരു കാലം, അനീതിയുടെ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്തുള്ളപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്, ദൈവം ആരാണ്? അവൻ നീതിയോടെ ഇറങ്ങി വരുന്നൊരു ദൈവമാണ്, അവൻ നേരുള്ള ദൈവമാണ്, അവൻ വ്യാജമില്ലാത്ത ദൈവമാണ്, അവൻ സ്തോത്രം ന്യായം പ്രവർത്തിക്കുന്ന
ദൈവമാണ്. അവൻ്റെ പ്രവൃത്തികളൊക്കെയും അത്യുത്തമമാണ്. അവൻ പാറയാണ് എന്ന് തിരുവചനം നമ്മെ വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് ഈ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്, നമ്മളൊക്കെയും ആരാധിക്കുന്നത്. ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ പ്രഭാതത്തിനാണ് സ്തോത്രം. ഈ നല്ല ദൈവത്തെ ആരാധിപ്പാൻ അവിടെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളെ സഹായിക്കണമേ, ബലത്തോടെ കാക്കണേ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചാണ് എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ, എല്ലാ സാഹചര്യങ്ങളെ അനുകൂലമാക്കണമേ. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.